തൃക്കാക്കര നഗരസഭാ പരിധിയിലെ അനധികൃത വഴിയോര കടകൾ പൊതുമരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റി തുടങ്ങി. നഗരസഭാ കൗൺസിലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വഴിയോര കടകൾ പൊളിക്കുന്നതെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. വഴിയോരങ്ങളിൽ കെട്ടിയുണ്ടാക്കുന്ന കടകൾ ഗതാഗതക്കുരുക്കിന് പുറമെ രാത്രികാലങ്ങളിൽ ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും ഉപയോഗം വർദ്ധിക്കുന്നതായും പതിവായതോടെയാണ് 48 ഡിവിഷനുകളിലെയും അനധികൃത കടകൾ പൊളിച്ചു നീക്കാൻ നഗരസഭ തീരുമാനിച്ചത്. കാക്കനാട് ജില്ലാ പഞ്ചായത്ത് സീപോർട്ട് എയർപോർട്ട് റോഡ്, ചിറ്റേത്തുകര, ജഡ്ജിമുക്ക്, വള്ളത്തോൾ, പടവുകൾ പാലച്ചുവട്, വാഴക്കാല, ചെമ്പുമുക്ക്, എൻജിഒ ക്വാർട്ടേഴ്സ് മേഖലകളിൽ രാത്രി 9 മണിയോടെ ആരംഭിച്ച ഒഴിപ്പിക്കൽ നടപടികൾ രാത്രി വൈകിയും തുടരുകയാണ്. നഗരസഭ തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സിന് നമ്മൾ എല്ലാ പൊസിഷൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മാറി ഒരു നിയന്ത്രണമില്ലാതെ കച്ചവടം വളരെ വ്യാപിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പം ബഹുമാനപ്പെട്ട കൗൺസില് എല്ലാ അനധികൃത കച്ചവടങ്ങളും പൊടി തോരണങ്ങളും മാറ്റണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്ഷൻ. നമ്മൾ ഇലക്ഷന് മുമ്പ് തന്നെ ഈ ആക്ഷൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അന്നേരമാണ് നമുക്ക് ഗ്യാസിന്റെ ഒരു ഷോർട്ടേജ് വന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ ചെറിയ തോതിലൊന്നും നീക്കിവെച്ചതാണ്. എന്തായാലും പൂർണ്ണമായിട്ടും ഈ പറയുന്ന അനധികൃത നിർമ്മാണങ്ങള്, പൊടി തോരണങ്ങള്, ബോർഡുകൾ എല്ലാം നീക്കം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. 3 ദിവസം കൊണ്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാവിധ അനധികൃതമായിട്ടുള്ള പെട്ടിക്കടകളും നീക്കം ചെയ്യുന്നതായിരിക്കും. എന്നാൽ സ്ട്രീറ്റ് വെൻഡേഴ്സിന് നമ്മൾ ചെറിയ നമ്പറിങ് കൊടുത്തത് അലോട്ട് ചെയ്തിട്ടുള്ള പൊസിഷനിലുള്ള ഒരു 90 പേരുണ്ട്. അവരെ മാറ്റി തൽക്കാലത്തേക്ക് നീക്കം ചെയ്യുന്നതായിരിക്കില്ല. അവർക്ക് സ്ട്രീറ്റ് വെൻഡിങ് സോണ് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ അവരെ മാറ്റി നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമം ഉണ്ടാകത്തുള്ളൂ.